വാർത്തയിലേക്ക് വിശദമായി. താനൂരിൽ ദുരന്തത്തിൽ അറ്റ്ലാന്റിക് ബോട്ട് ഉടമ പി നാസറിന് മേൽ കൊലക്കുറ്റം ചുമത്തി പോലീസ്. പ്രതിയെ ഇന്ന് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കും. അതേസമയം ദുരന്തമുണ്ടായ തൂവൽ തീരത്ത് ബോട്ട് സർവീസുകൾ നിർത്തിവെക്കാൻ താനൂർ നഗരസഭ തീരുമാനിച്ചു. ബോട്ടുടമയ്ക്ക് പ്രാദേശിക CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് വാർഡ് കൌൺസിലർ കുറ്റപ്പെടുത്തി. ബോട്ടുടമ പി നാസറിനെതിരെ ശക്തമായ വകുപ്പാണ് പോലീസ് ചുമത്തിയത്. താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അപകടമായ കാര്യമാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അങ്ങനെ ഒരു അപകടത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ മറ്റൊരു സമാധാനം കൂടാതെ സ്വയം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റകരമായ നരകത്തിയ അത് കൊലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നാസറിന് പുറമെ ബോട്ട് ഡ്രൈവർ ദിനേശൻ, അയാളുടെ സഹായി എന്നിവരാണ് ഈ ഘട്ടത്തിൽ പ്രതിപട്ടികയിലുള്ളത്. കേസ് അന്വേഷിക്കാൻ കുസാറ്റിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടും. ബോട്ടിന്റെ രൂപമാറ്റം മുതലായ കാര്യങ്ങളിൽ ഇവരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താകും അന്വേഷണമെന്നും SP പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ താനൂർ DYSP VV ബെന്നിയാകും കേസ് അന്വേഷിക്കുക. ഇന്നലെ കോഴിക്കോട്ട് നിന്നാണ് നാസറിനെ മലപ്പുറം SPയുടെ പ്രത്യേക സംഘം പിടികൂടിയത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൂവൽ തീരത്തെ ബോട്ട് സർവീസുകൾ നിർത്തിവെക്കാൻ താനൂർ നഗരസഭ തീരുമാനിച്ചു. അതുവരെ താൽക്കാലികമായി ഇത്തരം സംവിധാനങ്ങളൊക്കെ വാക്കാൽ നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. അതൊക്കെ നിർത്തിവെക്കാൻ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളൊക്കെ നിർത്തിവെക്കാൻ നമ്മൾ നിർദ്ദേശം നൽകിയതാണ്. അത് ഈ മീറ്റിംഗിലെ തീരുമാനം വരുന്നവരെ തൽക്കാലം അത് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബോട്ടുടമയ്ക്ക് പ്രാദേശിക CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് വാർഡ് കൌൺസിലറും കുറ്റപ്പെടുത്തി. തീർച്ചയായിട്ടും അവർ ഇടപെടലുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ പോലീസ് നിർത്തിവെച്ച സർവീസ് വീണ്ടും തുടങ്ങാനുള്ള അനുമതി എങ്ങനെ കിട്ടിയത്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. News 18 മലപ്പുറം.